നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെത്തിയ നല്ലവരായ RCM സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അതുപോലെ തന്നെ നമുക്ക് RCMന്റെ വിശദീകരണങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ജീവിതാവാദി എന്നതിലുപരി നിത്യജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വസ്തുത കൂടെ കൊണ്ടു നടക്കുന്നവർ എന്നുദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ വക്താക്കളായി മാറിയ നമ്മുടെ സുജിത് കുമാർ സാറ്, അതുപോലെ ഹേമന്ത് കുമാർ സാറ്, അതുപോലെ ജാഫർ സാദിഖ് സാറ്, ജയപ്രകാശ് സാറ് തുടങ്ങി എല്ലാ ഇതിൻ്റെ നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്നവരെ, സത്യത്തിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു പ്രഭാഷണമൊന്നും നടത്തി എനിക്ക് ശീലമില്ല. എന്നിരുന്നാലും ചില വസ്തുതകൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും പറയുകയൊക്കെ ചെയ്താലാണല്ലോ അറിയുക. ആ കാര്യങ്ങളിലേക്ക് മാത്രം രണ്ട് വാക്ക് സംസാരിച്ച് ഞാൻ എൻ്റെ ഇതിലർപ്പിച്ച ഇത് പൂർത്തിയാക്കിക്കൊള്ളാം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10-25 വർഷമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാവുന്നതുപോലെ പുറത്ത് സൗദിയിലും അതുപോലെ ദുബായിലും ഖത്തറിലൊക്കെ ബിസിനസ് ചെയ്ത് ഏറെ നാളത്തെ പ്രയത്നത്തിന് ശേഷം ഇപ്പം ഏകദേശം ഒരു 5-8 വർഷമായി 7 വർഷത്തോളമായിട്ട് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ്, റൊയാഡ് എന്ന ഒരു പ്രൊഡക്റ്റ് CP ഫിറ്റിങ്സ് ഇന്ന് ഏകദേശം 4 രാഷ്ട്രങ്ങളിൽ സപ്ലൈ ചെയ്യുന്ന, സ്വന്തമായി നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാൻഡർ ആണ് എന്ന് പറയാം. അതിൻ്റെ ഡയറക്ടറാണ്. അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത്രമാത്രം ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റ് ആണോ ഇത് എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് ഞാനൊരു സോപ്പും അലക്ക് സോപ്പും ചായപ്പൊടിയും പേസ്റ്റും വീട്ടിൽ കൊണ്ട്. അപ്പം എൻ്റെ വൈഫ് ഒരുവിധം എല്ലാ സാധനങ്ങളും പരീക്ഷിച്ചാണ്. കാരണം കൈക്ക് തോല് പൊടിയുന്ന ഒരു അസുഖം ഉള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് ആ സോപ്പ് ഉപയോഗിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് തരക്കേടില്ലല്ലോ, എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, പേസ്റ്റും നന്നായി ഗുണം ചെയ്യുന്നുണ്ട്, നമുക്ക് ആ കൗണ്ടർ ഒന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് ആ കൗണ്ടറിൽ പോയി കണ്ടു. 3500 രൂപയുടെ സാധനം വാങ്ങി. ആ സാധനം ഏകദേശം 3 മാസം നമ്മൾ ഉപയോഗിച്ച് നോക്കി. 485 റിയാലിൻ്റെ ലീ എന്ന് പറയുന്ന സ്പ്രേ എയർപോർട്ടിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ആളായിരുന്നു ഞാനിപ്പോൾ 160 രൂപയുടെ സ്പ്രേ ആണ്, ഈ RCMന്റെ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലിപ്ടൺ ചായപ്പൊടി മാത്രം ഉപയോഗിക്കുന്ന, അതും അതിൻ്റെ ടോപ്പ് ക്വാളിറ്റി ഉപയോഗിക്കുന്ന ആളെ, അമേരിക്കൻ പാക്കിംഗ് മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ആളായിരുന്നു ഞാൻ. ഞാൻ ഈ പ്രാവശ്യം 3 കിലോ ചായപ്പൊടി ഖത്തറിലേക്ക് കൊണ്ടുപോയി.
ഖത്തറിൽ കൊണ്ടുപോയിട്ട് എൻ്റെ റൂമിൽ വന്നവർക്ക് മുഴുവൻ ആ ചായപ്പൊടി കൊടുത്തു. സൗദി CID-യിൽ ജോലി ചെയ്യുന്ന KC റഹീമിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ വരികയും ഇയാൾ ഈ ചായ കുടിച്ചതിന് ശേഷം ഇതെന്താണ് നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന പൊടി എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ RCM-നെ പറ്റി പറയുന്നത് RCM പൊടിയിൽ നിന്ന് ചായപ്പൊടിയിൽ എന്തെങ്കിലും കെമിക്കൽ നിങ്ങൾ തിരിച്ചെടുത്താൽ അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്വം കമ്പനി ഏറ്റെടുക്കുന്നു. ഇവിടെ ഏത് പൊടിയാണ്, ഏത് ചായപ്പൊടിയിൽ നിന്നാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തോടെ നമുക്ക് തരാൻ കഴിയുക. അതുപോലെ തന്നെ RCM പേസ്റ്റ്, ഇവിടെ പൊണ്ണിമോയിക്കായൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു, പല്ലിന്റെ ഒരു അസുഖം. അതൊരു മേജർ കംപ്ലൈന്റ് ആയിരുന്നു. അതൊക്കെ RCM പേസ്റ്റ് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം, ഈ RCM പേസ്റ്റിൽ മാത്രമേ 6 വയസ്സായ കുട്ടികളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതാത്ത പേസ്റ്റ് RCM പേസ്റ്റാണ്. അപ്പൊ ഇത്രയൊക്കെ ഗ്യാരണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏകദേശം 1 വർഷമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കാതെ എൻ്റെ കൂടെയുള്ള എൻ്റെ നാട്ടുകാരായ ആൾക്കാരിലേക്ക് RCM എത്തിച്ചു എന്നുള്ള ഒരു ധൈര്യം, അത് തന്നെ ഒരു ആത്മവിശ്വാസം, അത് എൻ്റെ ഈ ഫാം നിലവിൽ വന്നതുപോലെ തന്നെ ഓരോരുത്തരെയും RCM ഉപഭോക്താക്കളായ എൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ സംതൃപ്തി എൻ്റെ ബിസിനസ്സിലും എൻ്റെ ജീവിതത്തിലും പ്രചോദനമാകുന്നു എന്നുള്ള ഒറ്റ കാരണമാണ് ഇന്ന് ഈ RCM എൻ്റെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ നിങ്ങളുടെ ലീഡർ ജേഫർ സാദിഖ് സാറിൻ്റെ RCM-ലെ ഒരു റോയൽറ്റി പ്ലാറ്റിനം ലെവലിലേക്ക് കേരളത്തിലെ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫാം ഹൗസിൽ ഇങ്ങനെയൊരു സംഭവം ഇന്ന് സംഘടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം മുമ്പ് കൊടുവള്ളിയിൽ വളരെ ചെറിയ രീതിയിൽ 2018 കെൻസ ഇലക്ട്രോണിക്സിൻ്റെ കൂടെ ചെറിയ രീതിയിലൊരു ഷോപ്പ്, RCM ഷോപ്പ് 2008 ആരംഭിച്ച് ഇന്ന് കൊടുവള്ളിക്ക് അഭിമാനമായ രീതിയിൽ 10 വർഷം പിന്നിട്ട് വലിയൊരു RCM ബസാറായി അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ലാഭമോ നഷ്ടമോ നോക്കാതെ കൊടുവള്ളിക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് ഇതിലൊരു അച്ചീവ്മെൻറ്റിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഞങ്ങളുടെ RCM-ൻ്റെ പേരിൽ ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക. യാദൃശ്ചികമായിട്ടാണ് RCM-ലെ വന്നത്. ഇപ്പം ഇങ്ങനെ ഒരു അംഗീകാരം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതിന് വേദി ഒരുക്കി തന്ന RCM-നോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ
RCMന്റെ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അച്ഛന് വലിയൊരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ RCMനോടും പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ജയപ്രസാദ് സാദിഖ് സാറിനോടും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ RCMലേക്ക് വരുന്ന വാഹകനാണ്. പിന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഈ തവിടെണ്ണ ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇതായത്. ഇപ്പം ഞാനൊരു മാസമായിട്ടാണ് നല്ലോണം വർക്ക് ചെയ്തത്. ഈ സ്ഥാനത്തെത്തിയത് ഒരു മാസം കൊണ്ടാണ്. ഇനിയും ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഇന്ന് RCMനോട് ഗുഡ് RCM. ഏകദേശം 10 വർഷത്തോളമായി RCMൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അതിൻ്റെ ഒരു അംഗീകാരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൽ ഏതാണ്ട് ഒരു 1.5 വർഷം മുന്നേ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. യാദൃശ്യമായി ഷുഗർ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഗുളിക കഴിക്കണം. പക്ഷേ ഞാനത് നിരാകരിച്ചുകൊണ്ട് RCMൻ്റെ തവിടെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഷുഗർ നില വളരെയധികം കുറയുകയും അതുമാത്രമല്ല ജീവിതത്തിൽ മറ്റൊരു ജോലി ഉണ്ടായിരുന്നു ഒഴിവാക്കി RCMൻ്റെ മാത്രം പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇനിയും കുറേ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുണ്ട്. അതിനുള്ള സഹായം ദൈവം തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പെൻഷനാണെന്ന് സുജിത് സാർ പറഞ്ഞു കഴിഞ്ഞ് ഏകദേശം 6 വർഷത്തോളം ഈ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണം കൊണ്ടാണ് ഉപയോഗിക്കുന്നതിന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അതിന് ഈ എളിയ പ്രോത്സാഹന സമ്മാനം തന്ന ഇതിൻ്റെ എല്ലാ സംഘടകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഫസൽ, അസിസ്റ്റന്റ് പ്രൊഫസറെ വർക്ക് ചെയ്യുന്നു, ഐഡിയൽ കോളേജ് കുറ്റ്യാടി. സമയം കുറേ വൈകി. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ്സ് സർ. നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി ഞാൻ RCMൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വരുന്നു. ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇന്ന് കമ്പോളത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാട്ടിലും വളരെ ഗുണമേന്മയുള്ള മിതമായ വിലക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ടാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ ഇത് സജീവമായി ഒരു ബിസിനസ്സായിട്ട്, എൻ്റെ ഒരു ലൈഫ് ടൈം ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RCM. എൻ്റെ പേര് അബ്ദുൽ മജീദ്. ഞാൻ കിഴക്കോത്താണ്. ഞാൻ RCMൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഇപ്പോഴാണ് സജീവമായത്. ഇനി കൂടുതൽ ഒന്നുകൂടി ഉഷാറാക്കാനുള്ള പരിപാടിയിലാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ കമ്പനി കാണാൻ പോയി. അത് കണ്ടു വന്നതിന് ശേഷമാണ് RCM ഇത്രയും വലുതാണ് എന്ന് മനസ്സിലായത്, ഇത്രയും സ്ട്രോങ് ആയ കമ്പനിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ അവസരത്തിൽ സാദിഖ്, നമ്മളെ അച്ചീവർ സാദിഖാക്ക് പ്രത്യേകം ആശംസകൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, അതുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും RCMന് ഒരുപാട് വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. RCM. RCM. എൻ്റെ പേര് പുഷ്പരാജൻ. എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഷോപ്പിൽ എന്നെ സാധിക്ക എന്ന് പറയുന്ന കൊടുവള്ളിയിലെ ഈ ഷോപ്പിൻ്റെ ഓണർ എന്നെ ഒരു പൈസയില്ലാതെ ഗതിയില്ലാതെ നിൽക്കുന്ന സമയത്ത് എന്നെ മെമ്പർഷിപ്പ് എടുപ്പിക്കുകയും അതിൻ്റെ പേരിൽ സാധിക്കാതെ ഇപ്പം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആ ലെവലിൽ ഞാൻ എൻ്റെ 22 വർഷത്തെ ഇലക്ട്രോണിക്സ് പ്രവർത്തനത്തിലൂടെ എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല. എല്ലാ ഗതിമുട്ടി നിൽക്കുന്ന സമയത്താണ് സാധിക്ക എൻ്റെ കയ്യിലേക്ക് RCMൻ്റെ പ്രോഡക്റ്റ് എത്തിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള ഒരു വിവരങ്ങളും തരാതെ ഇത് വിറ്റ് ഇതിൻ്റെ ബില്ല് അവിടെ എഴുതി വെക്കുമെന്ന് പറയും. ഞാൻ എഴുതി. ഗുഡ് RCM. RCM 10 വർഷമായി കൊടുവള്ളിയിലേക്ക് RCM കൊണ്ടുവന്നിട്ട് ഞാൻ അന്ന് ഉദ്ദേശിച്ച ആ ഒരു കാര്യം ഞാൻ യാദൃശ്ചികമായിട്ട് എൻ്റെ അക്കൗണ്ടന്റ് ചെയ്ത സത്യേട്ടനാണ് എന്നെ ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ ആ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ കൊടുവള്ളിയിൽ ആരംഭിച്ചത്. ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളുടെ ഇടയിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ചെറിയ തോതിലാണ് അന്ന് നടപ്പിലാക്കാൻ പറ്റിയതെങ്കിൽ ഞാൻ അന്ന് സംതൃപ്തനായിരുന്നു. പക്ഷേ ഇന്ന് അടുത്ത കാലത്ത് കൂടുതൽ വിപുലമായ സുജിത് സാർ പറഞ്ഞതുപോലെ ഷോപ്പുകളൊക്കെ ആരംഭിച്ചു.
അന്ന് ഞാൻ ആരോഗ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ന് സാമ്പത്തികമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 4-5 മാസമായിട്ടേ ഉള്ളൂ RCMന്റെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന തരത്തിലേക്ക് ആൾക്കാർ മുമ്പ് ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ പറയുന്ന സമയത്ത് എന്താ പറയുക, നമ്മളെ കേരളീയ തനതായ ഒരു സ്വഭാവം. നമ്മളിത് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുക. അവർക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ആരോടും ഈ കാര്യങ്ങൾ പറയാറില്ലായിരുന്നു. പക്ഷേ ഈ സുജിത് സാറിന്റെ ഹേമന്ത് സാറിന്റെ ഒക്കെ പല മീറ്റിങ്ങുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ഇന്ന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികം ഒരു സ്രോതസ്. നമുക്കറിയാവുന്ന സാമ്പത്തികമാണ് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പല ഷോപ്പുകാരും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 15-20 സെയിൽ ഉണ്ടായിരുന്ന പല ഷോപ്പുകളും 3000-4000 രൂപയുടെ കച്ചവടമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഷോപ്പ് അടയ്ക്കലിൻ്റെയും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ കൂടെ കുറെ പ്രവർത്തിക്കുന്നവരെ ഈ ഫസൽ ഇല്യാസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവരൊക്കെ ജീവിക്കാൻ അത്യാവശ്യം നല്ല ശമ്പളം വാങ്ങുന്ന ജോലിയിലാണ്. ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ഇല്യാസ് അവർ സ്റ്റൈപ്പൻഡായിട്ട് 40,000 രൂപ കിട്ടുന്നുണ്ട് അവരൊക്കെ. പക്ഷേ ഞാൻ ഈ ഒരു ആശയം പറഞ്ഞ സമയത്ത് അത് നമുക്ക് എന്തായാലും പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ് മറ്റുള്ള ഒന്നും നോക്കാതെ കൂടുതൽ സമയം കണ്ടെത്തിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈശ്വരാനുഗ്രഹം എന്ന് പറയട്ടെ, ഒരുപാട് റിസൾട്ടുകൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരു നേട്ടമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഈ ഒരു കൺസെപ്റ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൊടുവള്ളിയിൽ ഇനി നമ്മുടെ ലീഡേഴ്സിന് മുൻനിർത്തി പറയാണ്, ഒരു നല്ല മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കും. ഞാൻ കുറച്ചും കൂടി സമയം ഇതിനു വേണ്ടി ഇപ്പൊ ചെലവഴിക്കുന്നുണ്ട്. കാരണം റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ മാസം നേരത്തെ മജീദ് ഇവിടെ പറഞ്ഞു, മജീദ് മറ്റൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജോലി സമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം RCMൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പോലും കഴിഞ്ഞ മാസം മജീദിന് നമ്മളെ അക്കൗണ്ട് നോക്കി നോക്കി 22,000 രൂപ അദ്ദേഹത്തിന് കമ്മീഷനായിട്ട് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര കിട്ടുന്നുള്ളതല്ല. അതുപോലെ തന്നെ പുഷ്പരാജിന് കഴിഞ്ഞ 16,500 രൂപ കമ്മീഷനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും സാധ്യതയാണ്. ഇതൊരു മാജിക്കും ഇല്ല. നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപദേശിക്കുക. കാരണം നമ്മളത് വെറുതെ ചെയ്യുന്നല്ല, അവർക്ക് അതുകൊണ്ട് ആരോഗ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ ഈ 10 വർഷത്തെ അനുഭവത്തിൽ തെളിഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല നമ്മൾ ഓരോ മീറ്റിംഗ് പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രാർത്ഥിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് RCM.